ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ഓണത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ടു തരം തോരൻ കറികളാണ്. വൻപയർ തോരനും കാബേജ് തോരനുമാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. ഓണമായാലും വിഷു ആയാലും തോരനായിട്ട് ഞങ്ങൾ ഉണ്ടാക്കാറുള്ളത് വൻപയറും കാബേജുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒട്ടും കുഴഞ്ഞു പോകാതെ സദ്യ സ്പെഷ്യൽ കാബേജ് തോരൻ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ ഒരു കാബേജിന്റെ പകുതി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കാം. ഞാനത് തീരെ പൊടിയായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. നമ്മുടെ കാബേജ് ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നോക്കിയാൽ ഇതുപോലെ കുനുകുനായിട്ടാണ് അരിഞ്ഞെടുക്കേണ്ടത്. ഞാനിതൊന്ന് തിരുമ്മിയെടുക്കാനായിട്ട് കുറച്ച് വലിയ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ കാബേജ് ഫ്രിഡ്ജിലിരുന്നാണ്, അപ്പോൾ അതിൽ നല്ലപോലെ വെള്ളമയമുണ്ട്. അതുകൊണ്ട് ഞാനൊരു അല്പം ഉപ്പ് തിരുമ്മി വെക്കുന്നുണ്ട്. ഒരു 2 സ്പൂൺ ഉപ്പ് ചേർത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് തിരുമ്മി വെക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് നമുക്കിത് മൂടി വെക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് കാബേജ് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കാം. ഇത് കണ്ടോ, ഇപ്പോൾ നല്ലതുപോലെ വെള്ളം ഇതിൽ നിന്ന് പോകുന്നുണ്ട്. ഉപ്പ് തിരുമ്മി വെച്ചിരിക്കുന്ന കാബേജ് നമ്മൾ നല്ലതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് തേങ്ങ ചേർക്കാം. ഒരു ചെറിയ സവോള നന്നായിട്ട് കൊത്തി അരിഞ്ഞ് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞതും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഇതിപ്പോൾ എല്ലാം കൂടെ നല്ലതുപോലെ തിരുമ്മി കൂട്ടിയെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഉപ്പ് പിഴിഞ്ഞ് തിരുമ്മിയെടുത്തല്ലേ, അതുകൊണ്ട് ഇനിയിപ്പോൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും ചേർക്കാം. ഒരു 3 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും 2 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തിരുമ്മി വെച്ചിരിക്കുന്ന കാബേജ് ഇട്ട് കൊടുക്കാം. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പിന്നെ ഇപ്പം മെയിനായിട്ട് പറയാറില്ല, കാബേജ് തോരൻ വെക്കുമ്പോൾ ഞാൻ കാബേജ് അടച്ച് വെക്കാറില്ല കേട്ടോ. അടച്ച് വെച്ച് കഴിഞ്ഞാൽ കാബേജ് ഡ്രൈ ആയിട്ട് കിട്ടാൻ പാടാം, അതുപോലെ കുഴഞ്ഞു പോവുകയും ചെയ്യും. കാബേജ് തോരൻ വെക്കുമ്പോഴേ കാബേജ് ഒത്തിരി വേവിച്ചെടുക്കൊന്നും വേണ്ട, ഒരു പകുതി വെന്ത് കിട്ടിയാൽ അതാണ് കാബേജ് തോരൻ്റെ ടേസ്റ്റ്. നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള കാബേജ് മേടിച്ച് തോരൻ വെക്കുകയെന്നുണ്ടെങ്കിൽ ഉപ്പ് തിരുമ്മി പിഴിഞ്ഞ് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ കാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലോ കേട്ടോ. ഇതുപോലൊരു സദ്യ സ്പെഷ്യൽ തോരൻ നിങ്ങളും തയ്യാറാക്കി നോക്കണേ. ഇനി നമുക്ക് അടുത്തൊരു തോരൻ പരിചയപ്പെട്ടാലോ. വൻപയർ തോരനാണ് നമ്മുടെ അടുത്ത സ്പെഷ്യൽ. ഈ പയർ ഞാൻ വെള്ളത്തിലിട്ട് ഒരു 5 മണിക്കൂർ കുതിർത്തെടുത്തതാണ്. ഇത് നമുക്ക് കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പയർ വേവുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ഒത്തിരി വെള്ളം വേണ്ട, ഒരു നീമ്പുള്ള വെള്ളം മതിയാവും. പയറിൻ്റെ കൂടെ നമുക്ക് പാകത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. പയർ വേവുമ്പോഴത്തേനും നമുക്ക് അരപ്പിനുള്ളത് റെഡിയാക്കാം. 1/2 കപ്പ് തേങ്ങ, ഒരു 6 ചെറിയുള്ളി, 2 വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂൺ ജീരകം, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ഇതെല്ലാമാണ് നമ്മൾ പയർ തോരനായിട്ട് അരയ്ക്കുന്നത്. ഇത് തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കുകയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇപ്പം നോക്കിയാൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി. അപ്പോൾ നമുക്കിനി പയർ വെന്തോന്ന് നോക്കാം. കുക്കറിൽ ഒരു 2 വിസിലടിച്ചപ്പോഴത്തേനും പയർ വെന്ത് കിട്ടിയേ. ഇപ്പോൾ നോക്കിയാൽ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കാം. നമുക്കിനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ചേർക്കാം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. ഇനി ഇത് നമുക്ക് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഓണം സ്പെഷ്യൽ വേറെയും വീഡിയോസ് എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്, നിങ്ങളതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. നമുക്കിത് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിൻ്റെ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്നോളം വരെ.
അപ്പോൾ പയറിൻ്റെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും. ഇടയ്ക്ക് നമുക്ക് നടത്തുന്ന ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വൻപയർ തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഓണത്തിന് തയ്യാറാക്കാൻ പറ്റുന്ന 2 തരം തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.